ഹായ് ഫ്രണ്ട്സ്, പല്ലവിയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് നല്ല സ്ലിം ആയിട്ട് കാണാൻ പറ്റുന്ന ചുരിദാറിൻ്റെ അകത്തുനിന്ന്. അപ്പം അത് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ തയ്ക്കുമ്പോൾ വരുത്തണം, എന്നാലേ നമ്മളെ ബോഡിക്ക് നല്ല ഷേപ്പായിട്ട് ചുരിദാർ കിട്ടുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതുപോലെ സ്ലീവ്സ് റെഡിയാക്കി എടുക്കാം. നെക്കൊക്കെ ഇട്ട് സ്ലീവ്സൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മളിതിനെ മാർക്ക് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ബ്ലൗസിൽ ഞാൻ പറയാറുണ്ട്, അതുപോലെ തന്നെയാണ് ചുരിദാർക്കും ഫിറ്റിംഗ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് കടയിൽ നിന്ന് തയ്ച്ച് വാങ്ങിച്ച പോലത്തെ ചുരിദാർ കിട്ടാത്ത വീട്ടിൽ തയ്ക്കുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ആദ്യം നമ്മളതിൻ്റെ റോങ് സൈഡിലോട്ട് മറിച്ചെടുക്കാം. ഓക്കെ, എന്നിട്ടാകുമ്പോൾ ആദ്യം നമ്മളിവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്ലീവ്സിൻ്റെ റൗണ്ട് എത്രയാണ്. നമ്മൾ സാധാരണ എപ്പോഴും ലെഫ്റ്റ് സൈഡിലോട്ട് പിടിച്ചിട്ടായിരിക്കും തയ്ക്കുക, റൈറ്റ് സൈഡിലോട്ട് കൂടുതൽ ഫാബ്രിക് വെച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് തന്നെ മാർക്കിങ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ സ്ലീവ്സിൻ്റെ റൗണ്ട്, നിങ്ങളുടെ സ്ലീവ്സിൻ്റെ റൗണ്ട് ഏത് സ്ലീവ്സാണ് എവിടം വരെ ഉണ്ട് ആ അവിടുത്തെ റൗണ്ട് എടുത്തിട്ട് ഇവിടെ അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ആം റൗണ്ട് ഇവിടെ കൊടുക്കാം. ഈ ആം റൗണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആം ഹോൾ എത്രയാണ് ആദ്യം നോക്കുക, അതിൻ്റെ ഹാഫ് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതുപോലെ തയ്ച്ച ചുരിദാറിൻ്റെ അകത്തുനിന്ന് ആദ്യം മെഷർമെൻറ്റ് എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് കറക്റ്റ് ആം ഹോൾ ഉള്ള ഒരു ചുരിദാറിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് ഇതുപോലെ, ഇല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് എടുത്താലും മതി. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 അപ്പം 16 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ 8 ഇഞ്ച് ഇവിടെ വേണം. ഇങ്ങനെ കറക്റ്റ് ഇവിടെ ഒരു മാർക്കിംഗ് കൂടെ ചെയ്തതിന് ശേഷം ഈ 2 മാർക്കിംഗ് നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇങ്ങനെ 1 ബൈ 1 ആയിട്ട് നമുക്ക് എല്ലാ മാർക്കിംഗ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ഇടാൻ. ഡയറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ഇട്ടാൽ ചിലപ്പോൾ അത് നമുക്ക് ബോഡി ഷേപ്പ് ചെയ്ത് കറക്റ്റായി വരില്ല. അതുകൊണ്ടാണ് നമ്മൾ കടയിൽ നിന്ന് തയ്ച്ച പോലത്തെ ഭംഗിയായിട്ട് നമുക്ക് വീട്ടിൽ തയ്ക്കാൻ പറ്റാതെ. ഇനി നമ്മൾ അയൺ ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും ഡ്രസ്സ്. അപ്പോൾ ആ മാർക്കിംഗ് ഒന്ന് ഞാൻ ഡാർക്ക് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ സാധാരണ 2ആയിട്ട് ഫോൾഡ് ചെയ്തൊക്കെ അല്ലേ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ലൈൻ കാണും. ഇല്ലയെന്നുണ്ടെങ്കിൽ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടെത്താം. ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എത്രയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എത്രയാണ് ചെസ്റ്റിന് 1/4 കട്ട് ചെയ്യുമ്പോൾ കൊടുക്കുമല്ലോ, ആ ചെസ്റ്റിന് 1/4 ഒന്നും കൂടെ ഇവിടെ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാകുമ്പം 14 ഇഞ്ചിൽ ഞാനിങ്ങനെ ആദ്യം തന്നെ ഒരു കട്ടിട്ട് വയ്ക്കും, നോച്ചിട്ട് കൊടുക്കും. അത് 14 ഇഞ്ചാണ്, ഇത് 21 ഇഞ്ചിൽ മാർക്കിങ്. ഓക്കെ, 14 ഇഞ്ചിൽ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെസ്റ്റ് റൗണ്ടാണ്. വെസ്റ്റ് റൗണ്ട് എത്രയാണ് അതിൻ്റെ 1/4 ഇവിടെ മാർക്ക് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹാഫിൽ മാർക്ക് ചെയ്ത് എടുക്കാം. ഇവിടെ അത് എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാം. നിങ്ങൾ ഡ്രസ്സിൽ നിന്ന് ബോഡിയിൽ നിന്ന് എടുത്ത അളവ് എത്രയാണ് 1/4 അതിവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ വെസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ്, ഹിപ്പിൻ്റെ മെഷർമെൻറ്റാണ് ഇപ്പം ഇനി മാർക്ക് ചെയ്യാൻ പോകണം. വെസ്റ്റ് മെഷർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഞാൻ 1 ഇഞ്ച് മാത്രമാണ് എപ്പോഴും സ്ലിറ്റ് മടക്കാൻ കൊടുക്കുക. ഇതേപോലെ തന്നെയാണ് ഈ എല്ലാ ലൈനും നമുക്കിങ്ങനെ കണക്ട് ചെയ്തെടുക്കണം 1 ബൈ 1 ആയിട്ട്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല പിടിച്ചിട്ട് ഇതുപോലെ ഇവിടെ ലോക്ക് ചെയ്തെടുത്താൽ ഒരു സൈഡിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് സൈഡ് അതേപോലെ തന്നെ നമ്മൾ റൈറ്റ് ഹാൻഡിൽ വരുന്ന രീതിക്ക് വെച്ച് ഇതുപോലെ ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ എല്ലാം കറക്റ്റ് അളവ് കൊടുത്തിട്ട് വെസ്റ്റ് ലൈനും ഹിപ്പ് മെഷർമെൻറ്റൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ട് വേണം മെഷീനിൽ തയ്ക്കാൻ പോകാൻ. ഇത്ര ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് തയ്ച്ച് നോക്കിക്കോളൂ. നല്ല നീറ്റായിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ തന്നെ ഡ്രസ്സ് നിങ്ങൾക്ക് വീട്ടിൽ തയ്ക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ട്, ചുരിദാറിന് തയ്ക്കാൻ ബുദ്ധിമുട്ടെന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നെ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ പല്ലവി നായർ 01 എന്നാണ് എൻ്റെ ID. ഇത് ഞാൻ ഒരു എക്സ്റ്റൻഷൻ ചെയ്തെടുത്തിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്ത് ഡ്രസ്സ് വാങ്ങിക്കുമ്പം നമുക്ക് ലെങ്ത്ത് കിട്ടൂല. അപ്പം ഇതെനിക്ക് ഒരു 9 ഇഞ്ചോളം ഞാനിത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ഉപയോഗിക്കാത്ത ഒരു ഷോൾ ഉണ്ടായിരുന്നു. അപ്പം ആ ഷോൾ ഇതിന് കോൺട്രാസ്റ്റ് കളർ കറക്റ്റ് പോകുന്നുണ്ടായിരുന്നു. 9.5 ഇഞ്ച് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 44 ലെങ്ത്ത് കറക്റ്റ് ആയിക്കോളും. ഇതുപോലെയൊക്കെ ചെയ്താൽ നമ്മൾ നോർമൽ കട്ട് ചെയ്ത് വാങ്ങിക്കുന്ന ഡ്രസ്സിന് ഭംഗി കൂട്ടും. ഒത്തിരി ഞാൻ നെക്ക് ഡിസൈനൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കോൺട്രാസ്റ്റ് കളറായിട്ട് കൊടുത്താൽ ഇതുപോലെ മാച്ച് ചെയ്യുന്ന ഈ ഫാബ്രിക്കിന് മാച്ച് ചെയ്യുന്ന ഇതാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് പ്ലെയിൻ ആയിപ്പോയേനെ. അപ്പോൾ അതുപോലെ തന്നെ നെക്ക് ഡിസൈനൊക്കെ കൊടുത്ത് കുറച്ച് സ്ലീവ്സിലൊക്കെ ഇതുപോലെ ഡിസൈനൊക്കെ കൊടുത്താൽ എക്സ്ട്രാ ഒരു ഫാബ്രിക്കൊക്കെ വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെ ലുക്ക് കിട്ടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തയ്ക്കുന്ന കൂട്ടുകാരെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.